പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിൽ എത്തിയിരിക്കുകയാണ്. മുണ്ടക്കൈയിലെ ദുരിതബാധിത പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തുകയാണ്. മേഖലയിൽ വ്യോമ നിരീക്ഷണം നടത്തി പ്രധാനമന്ത്രിക്കായുള്ള എല്ലാ ഒരുക്കങ്ങളും വയനാട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. പുനരധിവാസത്തിന് 2000 കോടി ആവശ്യപ്പെടാനാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കം. അതേസമയം വയനാട് ദുരന്തം കഴിഞ്ഞ ദിവസം ഒക്കെ കേന്ദ്ര സംഘം വന്ന് വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ വിശദാംശങ്ങളുമായി ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഉണ്ണി, പ്രധാനമന്ത്രി വയനാട്ടിലെത്തി ഹെലികോപ്റ്ററിൽ നിന്നും ഇറങ്ങി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? വിവരങ്ങൾ. ഹരിത, കൽപ്പറ്റയിലെ ഹെലിപ്പാഡിൽ പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നു. അല്പസമയം തന്നെ അദ്ദേഹം ഈ ഹെലിപ്പാഡ് പുറത്തിറങ്ങുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആ ദൃശ്യങ്ങളാണ്, സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അവിടുന്ന് റോഡ് മാർഗം അദ്ദേഹം മുണ്ടക്കൈ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് എത്തുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഹെലികോപ്റ്റർ അവിടെ കൽപ്പറ്റയിലെ ഹെലികോപ്റ്റർ എത്തിയിരിക്കുന്നു. ഇവിടുന്ന് റോഡ് മാർഗമായിരിക്കും പ്രധാനമന്ത്രിയും സംഘവും മുണ്ടക്കൈ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് എത്തുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, അതോടൊപ്പം തന്നെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ പ്രധാനമന്ത്രിയെ അനുഗമിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് വലിയ സുരക്ഷയെല്ലാം തന്നെ ഈ മേഖലയിൽ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 11:15 കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിയത്. അവിടുന്ന് ഹെലികോപ്റ്റർ മാർഗമാണ് അദ്ദേഹം ദുരന്തബാധിത മേഖലയിലേക്ക് എത്താനുള്ള ശ്രമം നടത്തിയത്. അതിന്റെ ഭാഗമായി കൽപ്പറ്റയിൽ ഇറങ്ങുന്നു. അതിനുശേഷം റോഡ് മാർഗം അദ്ദേഹം പ്രധാനമന്ത്രിയും സംഘവും മുണ്ടക്കൈ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ നമ്മൾ ലഭിച്ച ഒരു വിവരം. എന്തായാലും പ്രധാനമന്ത്രി സംഘവും ഇപ്പോൾ മുണ്ടക്കൈ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് എത്തുമ്പോൾ വലിയൊരു പ്രതീക്ഷ സംസ്ഥാനത്തിനുണ്ട്. എന്തായാലും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാണ് സംസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. 2000 കോടി രൂപ അധികം ഈ വയനാടിന്റെ പുനർനിർമ്മിതിക്കായി ലഭിക്കണം എന്നൊരാവശ്യമാണ് സംസ്ഥാനം മുന്നോട്ട് വെക്കുന്നത്. അതൊരു പ്രതീക്ഷയായി തന്നെ ഉണ്ട്. എന്തായാലും പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ ഇപ്പോൾ കൽപ്പറ്റയിൽ എത്തിയിരിക്കുന്നു. ഇവിടുന്ന് റോഡ് മാർഗമാണ് മുണ്ടക്കൈ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് പോകുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി ഇറങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രിക്കൊപ്പം തന്നെ വലിയൊരു സംഘമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതോടൊപ്പം തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, കൂടാതെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള ആളുകളാണ് പ്രധാനമന്ത്രിക്കൊപ്പം ഉള്ളത്. ഇപ്പോൾ ഉദ്യോഗസ്ഥരാണ് ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഉദ്യോഗസ്ഥർ വന്ന ഹെലികോപ്റ്ററിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിൽ നിന്ന് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ പുറത്തിറങ്ങിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നാലെ പ്രധാനമന്ത്രി എത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും ആകാശ നിരീക്ഷണം പ്രധാനമന്ത്രി പൂർത്തിയാക്കിയിരിക്കുന്നു. ദുരന്തത്തിന്റെ വ്യാപ്തി അദ്ദേഹം നേരിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും നേരത്തെ പ്രധാനമന്ത്രി കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് വയനാട്ടിലേക്ക് എത്തുമ്പോൾ നേരത്തെ ആകാശ നിരീക്ഷണം നടത്തുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. അദ്ദേഹത്തിന്റെ 3 ഹെലികോപ്റ്ററിലായാണ് കണ്ണൂരിൽ നിന്നും വയനാട്ടിലേക്ക് ഈ സംഘം എത്തിയത്. ഒരു ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രി, അതോടൊപ്പം തന്നെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മറ്റൊരു ഹെലികോപ്റ്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, കൂടാതെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മൂന്നാമത്തെ ഹെലികോപ്റ്ററിൽ മറ്റ് ഉദ്യോഗസ്ഥർ, സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളെല്ലാം തന്നെ മൂന്നാമത്തെ ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു. ആ രീതിയിലാണ് ഈ സംഘം കൽപ്പറ്റയിലേക്ക് എത്തിയത്. കൽപ്പറ്റയിൽ നിന്നും റോഡ് മാർഗം ദുരന്തബാധിത മേഖലയിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും അതിനുവേണ്ടിയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നുവെന്നാണ് ലഭ്യമാവുന്ന വിവരം. എന്തായാലും ഇപ്പോൾ തന്നെ പ്രധാനമന്ത്രി ഇപ്പോൾ പുറത്തിറങ്ങുമെന്നാണ്, ഹെലികോപ്റ്ററിൽ നിന്നും പുറത്തിറങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം റോഡ് മാർഗം ഈ മുണ്ടക്കൈ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് എത്തിച്ചേർന്ന് അവിടുത്തെ സ്ഥിതിഗതികളെല്ലാം തന്നെ മനസ്സിലാക്കും, വിലയിരുത്തും. തുടർന്ന് അവിടുത്തെ ക്യാമ്പിൽ ദുരന്തബാധിതരെ നേരിൽ കണ്ട് ബാക്കി കാര്യങ്ങൾ ചോദിച്ചറിയും. അതിനുശേഷം ഒരു അവലോകന യോഗം, ഒരു റിവ്യൂ മീറ്റിംഗും കൂടെ ഇതിന്റെ ഭാഗമായി തന്നെ ഉണ്ട്. പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ ഈ റിവ്യൂ മീറ്റിംഗിൽ പങ്കെടുക്കും. എന്തായാലും ആകാശ നിരീക്ഷണം പൂർത്തിയായിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ ആകാശ നിരീക്ഷണം പൂർത്തിയായിരിക്കുന്നു. വ്യോമ നിരീക്ഷണത്തിലൂടെ അദ്ദേഹം ആ പ്രദേശങ്ങളിലെ ദുരന്തബാധിത മേഖലയിലെ സാഹചര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിയെന്നാണ് നമ്മൾ കരുതുന്നത്. കൂടാതെ ആ മേഖലയിലെ ദുരന്തത്തിന്റെ വ്യാപ്തി അദ്ദേഹത്തിന് നേരിട്ട് ഈ വ്യോമ നിരീക്ഷണത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്നും പ്രതീക്ഷിക്കുകയാണ് ഹരിത. ശരി ഉണ്ണി, ഇപ്പോൾ വയനാട് നിന്നും റിയാസ് KM കൂടി ചേരുന്നുണ്ട്. റിയാസ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലെത്തി. ഇപ്പോൾ ആകാശ നിരീക്ഷണം പൂർത്തിയായി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഉദ്യോഗസ്ഥരടക്കം അവിടെ ഇറങ്ങിയിട്ടുണ്ട്, ഹെലിപ്പാഡിൽ നിന്നും ഇറങ്ങി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിട്ടുള്ളത്. ഇനി ഇതിന് ശേഷം എന്താണ് പ്രധാനമന്ത്രിയുടെ കൂടുതൽ
എങ്ങോട്ടാണ് പോവുക എന്നുള്ള തുടർന്ന വിവരങ്ങൾ എന്താണ്? ഹരിത, പ്രധാനമന്ത്രിയുടെ കൂടെ 3 ഹെലികോപ്റ്ററുകളാണ്, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള സംഘം സഞ്ചരിക്കുന്ന 3 ഹെലികോപ്റ്ററുകളാണ് വയനാട്ടിലേക്ക് അല്പം മുൻപ് എത്തിയത്. തുടർന്ന് ഈ ദുരന്തബാധിത മേഖലകളിൽ തന്നെ ആകാശ നിരീക്ഷണങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം ആ ഹെലികോപ്റ്റർ വ്യൂഹത്തിലെ ആദ്യത്തെ ഹെലികോപ്റ്റർ ഇവിടെ SKMJ സ്കൂളിലെ ഗ്രൗണ്ടിൽ തയ്യാറാക്കിയ ഹെലിപാഡിൽ അത് അല്പം മുൻപ് വന്നിറങ്ങി. അതിൽ SPG ഉദ്യോഗസ്ഥരടക്കം പ്പെട്ട ഉദ്യോഗസ്ഥ സംഘമാണ് ആദ്യത്തെ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയത്. ഇത് രണ്ടാമത്തെ ഹെലികോപ്റ്റർ കൂടി വരികയാണ്. ഇപ്പോൾ ഇത് SKMJ ഗ്രൗണ്ടിലേക്ക് രണ്ടാമത്തെ ഹെലികോപ്റ്റർ ഈ സ്കൂളിന്റെ മേൽക്കൂരയ്ക്ക് മുകളിലൂടെ വന്നിറങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുകയാണ്. പ്രധാനമന്ത്രി ആണോ ആ ഹെലികോപ്റ്ററിൽ എന്നുള്ളത് കൗതുകത്തോടുകൂടി കാത്തിരിക്കേണ്ടുന്ന ഒരു കാഴ്ച. വയനാടിന്റെ ദുരന്തം പൂർണ്ണമായും ബാധിച്ച ഒരു മേഖലയിലേക്ക് ഇപ്പോൾ എന്റെ തലയ്ക്ക് മീതെ ആ ഹെലികോപ്റ്റർ പതിയെ ആ ഹെലികോപ്റ്റർ ഇവിടെ കൽപ്പറ്റയിലെ SKMJ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് ലാൻഡ് ചെയ്യുകയാണ്. പതിയെ വ്യോമസേനയുടെ ആ ഒരു EME ഹെലികോപ്റ്റർ വ്യോമ നിരീക്ഷണത്തിന് ശേഷം ആ ഹെലികോപ്റ്റർ കൽപ്പറ്റ SKMJ സ്കൂൾ ഗ്രൗണ്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ ആ ഹെലിപാഡിലേക്ക് അത് പതിയെ ആ ഹെലിപാഡിനെ ഈ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണിക്കുന്നത്. അതിൽ പ്രധാനമന്ത്രി ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ് ഈ ഒരു ഹെലികോപ്റ്ററിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കൃത്യമായി നമുക്ക് ആ കാഴ്ച കാണാം. ആ ഹെലികോപ്റ്റർ നിർത്തിയിരിക്കുന്നത് അത് അല്പസമയത്തിനകം നമുക്ക് കാണാവുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത്. പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്ററിലുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമുണ്ട്. മറ്റൊരു ഹെലികോപ്റ്ററിലാണ് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു അടക്കമുള്ള ഉദ്യോഗസ്ഥർ. ആദ്യം ഹെലികോപ്റ്റർ എത്തിയത് ഇവിടേക്ക് വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മൂന്നാമത്തെ ഹെലികോപ്റ്റർ കൂടി ഈ കൽപ്പറ്റയിലെ SKMJ സ്കൂൾ ഗ്രൗണ്ട് ലക്ഷ്യമാക്കി വരികയാണ്. അല്പം ഇപ്പോൾ നമുക്ക് ആ ചിറകുടി ഒച്ച കേൾക്കാമത്. ശക്തമായ പൊടിക്കാറ്റ് വീശുന്നുണ്ട്. കാരണം ഹെലികോപ്റ്ററിന്റെ ചിറകടി ഒച്ചകൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഒരു ഹെലികോപ്റ്റർ ഇവിടെ ലാൻഡ് ചെയ്യുമ്പോൾ വ്യോമസേനയുടെ ME ഹെലികോപ്റ്ററാണ് ഇവിടെ ലാൻഡ് ചെയ്യുന്നത്. കൽപ്പറ്റ SKMJ ഗ്രൗണ്ടിലേക്ക് ആ ഹെലികോപ്റ്റർ എത്തിയിരിക്കുകയാണ്. ഈ 2 ഹെലികോപ്റ്ററുകളിൽ ഒന്നിൽ പ്രധാനമന്ത്രിയും ഒപ്പം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും അടക്കമുള്ളവർ ഉണ്ട് എന്നുള്ളതാണ്. അവർ ഇപ്പോൾ ഈ കൽപ്പറ്റയിൽ ഹെലികോപ്റ്റർ അത് ലാൻഡ് ചെയ്തിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഹെലികോപ്റ്ററിൽ നിന്ന് പ്രധാനമന്ത്രിയും സംഘവും പുറത്തിറങ്ങും. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാടിന്റെ ദുരന്തഭൂമി അവിടെ ആകാശ നിരീക്ഷണം നടത്തിയതിനു ശേഷം ഈ ദുരന്ത മേഖല സന്ദർശിക്കുന്നതിന്റെ ഭാഗമായി വയനാട് SKMJ ഗ്രൗണ്ടിൽ പ്രത്യേകം സജ്ജമാക്കിയ ഈ ഇടത്തേക്ക് വന്നിരിക്കുകയാണ്. ഈ ഹെലിപാഡിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി ഈ ഹെലികോപ്റ്ററിൽ നിന്നും ഇറങ്ങും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം അദ്ദേഹം ഈ ദുരിത ആശ്വാസ ക്യാമ്പിലും ഒപ്പം തന്നെ ദുരിതബാധിതർ പരിക്കേറ്റ് കഴിയുന്ന വിംസ് ആശുപത്രിയിലുമെല്ലാം തന്നെ പ്രധാനമന്ത്രിയും സംഘവും സന്ദർശിക്കും. അവിടെ കഴിയുന്ന ആളുകളുമായി MLA ഒപ്പം മറ്റ് രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും തന്നെ നടന്നു നീങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. റവന്യൂ മന്ത്രി K രാജനുണ്ട്. ഒപ്പം വയനാട്ടുകാരനായ മന്ത്രി OR കേളു ഉണ്ട്. കൽപ്പറ്റ MLA C സിദ്ദിഖുണ്ട്. അതിന് പിന്നാലെ കളക്ടർ DR മേഘശ്രീ ഉണ്ട്. ഒപ്പം കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിയുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനുണ്ട്. തുടങ്ങിയവരെല്ലാം തന്നെ ഈ പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്ററിനടുത്തേക്ക് നടന്ന് നീങ്ങുകയാണ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ. കനത്ത
മന്ത്രിയുടെ ഈ ഒരു സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയിരിക്കുന്നത് 2500ഓളം പോലീസുകാരെയാണ് കൽപ്പറ്റയിലുടനീളം വിന്യസിച്ചിരിക്കുന്നത്. 12 SP-മാർക്കാണ് അതിന്റെ ചുമതല. ADGP MR അജിത് കുമാറാണ് ഇതിന് മേൽനോട്ടം വഹിക്കുന്നത്. അതിനു പുറമെ തന്നെ കേന്ദ്രസേനയുമുണ്ട്. SPG നേരിട്ട് ഈ കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഒരു കനത്ത സുരക്ഷാ സന്നാഹം പൂർണ്ണമായും കൽപ്പറ്റ നഗരത്തിൽ ഈ ഗതാഗത സംവിധാനങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും നിയന്ത്രിച്ചിട്ടുണ്ട്. അല്പ നിമിഷങ്ങൾക്കകം ഇവിടെ ഈ SKMJ ഗ്രൗണ്ടിലെ ഹെലിപാഡിൽ വന്നിറങ്ങിയ ഈ ഹെലികോപ്റ്ററിൽ അല്പനിമിഷങ്ങൾക്കകം പ്രധാനമന്ത്രിയും സംഘവും ഇറങ്ങും. പ്രധാനമന്ത്രിക്കൊപ്പം കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി ഉണ്ട്. കൂടാതെ മറ്റ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, ഇതാ പ്രധാനമന്ത്രിയുടെ വാഹനം ഈ ഹെലികോപ്റ്ററിന് അടുത്തേക്ക് നീങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹെലികോപ്റ്ററിനകത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിൽ നിന്നും ഒരു ഉദ്യോഗസ്ഥൻ ഇറങ്ങിയിട്ടുണ്ട്. പ്രധാനമന്ത്രി അതിന്റെ വാതിലിപ്പോൾ തുറന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ അവിടെ പ്രധാനമന്ത്രിക്കും സംഘത്തിനും ഇറങ്ങാനുള്ള ചവിട്ടുപടി ക്രമീകരിച്ചു. അതിനുശേഷം ഇപ്പോൾ പ്രധാനമന്ത്രി ഇറങ്ങും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ സാധിക്കുന്നത് അതാണ്. ഇതാ നേരെ നിർത്തിയിട്ടിരിക്കുന്ന ആ ഒരു ഹെലികോപ്റ്ററിലാണ് പ്രധാനമന്ത്രി ഉള്ളത് എന്നാണ് വ്യക്തമാകുന്നത്. കാരണം അവിടെ മന്ത്രിമാരും ഒപ്പം മറ്റ് എല്ലാം തന്നെ ആ ഒരു ഹെലികോപ്റ്ററിന് അരികിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹരിത. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലെത്തി. കണ്ണൂരിൽ വിമാനമിറങ്ങിയ പ്രധാനമന്ത്രി മോദി ഇപ്പോൾ വയനാട്ടിലെത്തിയിരിക്കുകയാണ്. ഹെലികോപ്റ്ററിൽ നിന്നും ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ആദ്യം ഉദ്യോഗസ്ഥ സംഘം എത്തി. ഇപ്പോൾ പ്രധാനമന്ത്രി ഇറങ്ങുന്നതാണ് ദൃശ്യങ്ങളിലൂടെ കാണുന്നത്. ഇതിനുശേഷം മുണ്ടക്കൈയിലെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രദേശങ്ങളിലെ സന്ദർശനത്തിന് ശേഷം വ്യോമ നിരീക്ഷണം നടത്തി പുനരധിവാസത്തിന് 2000 കോടി ആവശ്യപ്പെടാനാണ് സംസ്ഥാന സർക്കാരുടെ ഒരു നീക്കം എന്ന് പറയുന്നത്. ഇപ്പോൾ വിവരങ്ങളുമായി ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഉണ്ണി, പ്രധാനമന്ത്രി ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഹെലിപാഡിൽ നിന്നും മുഖ്യമന്ത്രി ഇറങ്ങുകയാണ്. എന്തൊക്കെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? ഹരിത, കൽപ്പറ്റയിലെ ഹെലിപാഡിൽ 3 ഹെലികോപ്റ്ററുകളാണ് ഉണ്ടായിരുന്നത്. ആദ്യം ഉദ്യോഗസ്ഥ സംഘം എത്തിയിരുന്നു. അതിനുശേഷം പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഹെലികോപ്റ്ററുകൾ വരികയായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹെലികോപ്റ്ററിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നു. പ്രധാനമന്ത്രി ഇപ്പോൾ തന്നെ ഇറങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നു. പ്രധാനമന്ത്രിക്ക് കയറാനുള്ള വാഹനം ഹെലികോപ്റ്ററിനടുത്തേക്ക് എത്തിച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹെലികോപ്റ്ററിൽ നിന്നും ഇറങ്ങിയിരിക്കുന്നു. പ്രധാനമന്ത്രി ഇപ്പോൾ ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രി ഇപ്പോൾ ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അദ്ദേഹം ഹെലികോപ്റ്ററിൽ നിന്നും ഇറങ്ങുന്നു. മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒരു ഹെലികോപ്റ്ററിലാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് ആദ്യം മുഖ്യമന്ത്രി ഇറങ്ങി, പിന്നീട് പ്രധാനമന്ത്രി ഇറങ്ങി. പ്രധാനമന്ത്രി അവിടെ മന്ത്രിമാരടക്കമുള്ള സംഘമാണ് സ്വീകരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ വാഹനത്തിലേക്ക് നീങ്ങുന്നു എന്നതാണ് ആ ദൃശ്യത്തിലൂടെ മനസ്സിലാകുന്നത്. പ്രധാനമന്ത്രി ഇപ്പോൾ അദ്ദേഹത്തിന് പോകാനുള്ള വാഹനം, സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായുള്ള ആ വാഹനം ഇപ്പോൾ ഹെലികോപ്റ്ററിനടുത്തേക്ക് എത്തിച്ചിരിക്കുന്നു. അവിടെ നിന്ന് പ്രധാനമന്ത്രി ആ വാഹനത്തിൽ കയറി നേരെ മുണ്ടക്കൈ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് പോകുകയാണ്. അതാണ് നിലവിലെ ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും മന്ത്രിമാരടങ്ങുന്ന സംഘമാണ് പ്രധാനമന്ത്രിയെ ഇപ്പോൾ സ്വീകരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി സ്വീകരിക്കുന്നു. അതിനുശേഷം പ്രധാനമന്ത്രി ഇപ്പോൾ ആ വാഹനത്തിൽ കയറുന്നു. ആ വാഹന വ്യൂഹം ഇപ്പോൾ തന്നെ അവിടെ നിന്ന് പുറപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെയും അവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നു. ആദ്യം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇറങ്ങിയത്. അതിനുശേഷം പ്രധാനമന്ത്രി ഇറങ്ങുന്നു. അതോടൊപ്പം തന്നെ ഗവർണറും ഇറങ്ങുന്നു. ഇപ്പോൾ ഗവർണറും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും അവിടെ നിന്ന് ഇറങ്ങി വരുന്നു എന്നത് തന്നെയാണ് ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുന്നത്. പ്രധാനമന്ത്രി വാഹനത്തിൽ കയറിയെന്നാണ് മനസ്സിലാക്കുന്നത്. മന്ത്രിമാരടങ്ങുന്ന കെ രാജൻ അടക്കമുള്ള മന്ത്രിമാരടങ്ങുന്ന സംഘമാണ് പ്രധാനമന്ത്രി അവിടെ സ്വീകരിച്ചതായി നമ്മൾ കണ്ടത്. അവിടെ നിന്ന് അദ്ദേഹം വാഹനത്തിൽ കയറി നേരെ ഈ ദുരന്ത ഭൂമിയിലേക്ക് പോകുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ വാഹനത്തിൽ കയറി ദുരന്ത മേഖലയായ മുണ്ടക്കൈ അടക്കമുള്ള മേഖലയിലേക്ക് പോകുന്നു. മന്ത്രി കെ രാജൻ, MLA ടി സിദ്ദിഖ് അടക്കമുള്ള ആളുകളെല്ലാം തന്നെ അവിടെയുണ്ട്. താൽക്കാലികമായി തയ്യാറാക്കിയ ഹെലിപ്പാഡിലുണ്ട്. അവിടെ നിന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ദുരന്ത ഭൂമിയിലേക്ക് പോകുന്നത്. എന്തായാലും
പ്രധാനമന്ത്രിക്കൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതോടൊപ്പം തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, സുരേഷ് ഗോപി, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അടക്കം അനുഗമിക്കുന്നു. ആ രീതിയിലുള്ള ക്രമീകരണം എല്ലാം തന്നെ അവിടെ പൂർത്തിയായിട്ടുണ്ട്. എന്നാലും വലിയൊരു സുരക്ഷാ സന്നാഹം തന്നെ ഇതിന്റെ ഭാഗമായി കാണാം. പ്രധാനമന്ത്രി ഇപ്പോൾ വാഹനത്തിൽ കയറിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവർ വാഹനത്തിലേക്ക് കയറാനായി വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ആ ദൃശ്യത്തിൽ സുരേഷ് ഗോപി, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെയും കാണാൻ സാധിക്കുന്നു. എന്തായാലും ഇപ്പോൾ തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രധാനമന്ത്രി മുണ്ടക്കൈ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് പോകുന്നുവെന്നാണ്, റോഡ് മാർഗമാണ് കൽപ്പറ്റയിൽ നിന്ന് പോകുന്നത്. അവിടെ നിന്ന് നേരിട്ട് മേഖലയിലെ ദുരന്തത്തിന്റെ വ്യാപ്തി നേരിട്ട് മനസ്സിലാക്കുമെന്നാണ് കരുതുന്നത്. അതിനുശേഷം ബെയിലിപ്പാലം സന്ദർശനം നടത്തും. തുടർന്ന് അവിടെ സമീപത്തുള്ള ക്യാമ്പുകളിൽ ദുരന്തബാധിതരെ നേരിൽ കണ്ട് അവരുമായി സംബന്ധിച്ച് കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കുമെന്നാണ് കരുതുന്നത്. എന്തായാലും ആകാശ നിരീക്ഷണം അടക്കം നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി ഇവിടെ ഇറങ്ങിയത്, കൽപ്പറ്റയിൽ ഇറങ്ങിയത്. ഇവിടുന്ന് റോഡ് മാർഗമാണ് മുണ്ടക്കൈ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് പോകുക. ഹരിത. ഉണ്ണി, ഇപ്പോൾ പ്രധാനമന്ത്രി ഹെലിപ്പാഡിൽ നിന്നും ഇറങ്ങി ശേഷം ആദ്യം എവിടെയാണ് സന്ദർശനം നടത്തുക എന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്? ഹരിത, മുണ്ടക്കൈ അടക്കമുള്ള പ്രദേശങ്ങളിലേക്കാണ്, അതായത് ദുരന്തം നേരിട്ടേറ്റ ആ മേഖലയിൽ തന്നെയാണ് പ്രധാനമന്ത്രി പോകുക എന്നതാണ് ഏറ്റവും ആദ്യം ഉള്ള കാര്യം. അതിനുശേഷമാണ് അദ്ദേഹം ബെയിലിപ്പാലത്തിൽ സന്ദർശനം നടത്തും. തുടർന്ന് ദുരന്തബാധിതരെ ക്യാമ്പിൽ നേരിട്ട് പോയി ദുരന്തബാധിതരുമായി സംവദിക്കുമെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അതിനുശേഷം നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്ന് പറയുന്നത് ഒരു അവലോകന യോഗം ഉണ്ട്. ആ അവലോകന യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. നിലവിലെ സാഹചര്യങ്ങളെല്ലാം തന്നെ ഈ അവലോകന യോഗത്തിൽ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട്. ദുരന്തത്തിന്റെ വ്യാപ്തി, എത്രത്തോളം ആളുകൾ ഇത് ബാധിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആ യോഗത്തിൽ ചർച്ചയാകും. അല്ലെങ്കിൽ ആ യോഗത്തിൽ സംസ്ഥാന പ്രധാനമന്ത്രിയെ ധരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്, നേരിട്ട് ധരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ യോഗത്തിൽ പങ്കെടുക്കും. എന്തായാലും ഈ മന്ത്രിസഭ ഉപസമിതി അവിടെയുണ്ട്. ആ ഉപസമിതിയിലെ അംഗങ്ങൾ, മന്ത്രിമാരടക്കമുള്ള ആളുകളെല്ലാം തന്നെ നിലവിൽ അവിടെയുണ്ട്. അവരെല്ലാം തന്നെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ പ്രധാനമന്ത്രി ധരിപ്പിക്കാനുള്ള സാധ്യതയും കൂടെ നമ്മൾ കാണുന്നുണ്ട്. എന്നാലും അവലോകന യോഗം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ സന്ദർശനത്തിന് ശേഷമാണ് അവലോകന യോഗം ചേരുക. എന്തായാലും വാഹനം ഇപ്പോൾ പുറപ്പെട്ടു എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത്. പ്രധാനമന്ത്രിയുടെ വാഹനമുണ്ട്, ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുണ്ട്, അതോടൊപ്പം ഗവർണറുണ്ട്, കൂടാതെ സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയുണ്ട്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ പ്രധാനമന്ത്രി അനുഗമിക്കുന്നു. നേരിട്ട് മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ദുരന്തബാധിത മേഖലയിൽ നേരിട്ട് എത്താനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും റോഡ് മാർഗം മുണ്ടക്കൈയിലേക്ക് പ്രധാനമന്ത്രിയുടെ വാഹനത്തിനൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ വാഹനം, മുഖ്യമന്ത്രി അതോടൊപ്പം തന്നെ ഗവർണർ അടക്കമുള്ള ആളുകൾ പോകുന്നു എന്നാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ മനസ്സിലാക്കുന്നത്. വലിയൊരു സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഉണ്ട്. അതിന്റെ ഭാഗമായി എല്ലാം ഒരുക്കിയിട്ടുണ്ട്. എല്ലാം സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായതാണ്. അതിന്റെ തയ്യാറെടുപ്പുകളെല്ലാം തന്നെ പ്രധാനമന്ത്രി വന്നപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്തായാലും പ്രധാനമന്ത്രി മുണ്ടക്കൈ മേഖലയിലേക്ക് പോകുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ആകാശ നിരീക്ഷണം, വ്യോമ നിരീക്ഷണം നടത്തി അദ്ദേഹം അവിടുത്തെ സ്ഥിതിഗതികളെല്ലാം തന്നെ, അല്ലെങ്കിൽ ദുരന്തത്തിന്റെ വ്യാപ്തി അദ്ദേഹം മനസ്സിലാക്കിയെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ ഹെലികോപ്റ്ററിൽ ഇറങ്ങിയിരിക്കുന്നു, വാഹനത്തിൽ കയറിയിരിക്കുന്നു, നേരെ മുണ്ടക്കൈയിലേക്ക് പോകുകയാണ്. എന്തായാലും ആ വാഹനങ്ങൾ പുറപ്പെടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹരിത. ശരി ഉണ്ണി, ഇപ്പോൾ റിയാസ് KM ചേരുന്നുണ്ട്. റിയാസ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലെത്തി. ഇപ്പോൾ ഹെലിപ്പാഡിൽ നിന്നും ഇറങ്ങി വാഹനത്തിലേക്ക് റോഡ് ഗതാഗത മാർഗത്തിലൂടെയുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ആരൊക്കെ ഉണ്ട് പ്രധാനമന്ത്രിയുടെ കൂടെ? അതേസമയം ഏത് മേഖലയിലേക്കാണ് ആദ്യം പോകുന്നത്? മുണ്ടക്കൈയിലേക്കാണോ ചൂരൽമലയിലേക്കാണോ എന്നുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹത്തിൽ ആദ്യത്തെ വാഹനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉള്ളത്. അദ്ദേഹം ഇപ്പോൾ കൽപ്പറ്റയിലെ SKMJ സ്കൂൾ ഗ്രൗണ്ടിലെ ഹെലിപ്പാഡിൽ നിന്നും വാഹനവ്യൂഹത്തിൽ പുറപ്പെട്ടു കഴിഞ്ഞു. അതിന് പിന്നിൽ മുഖ്യമന്ത്രിയുണ്ട്, ഒപ്പം തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുണ്ട്, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുണ്ട്. പ്രധാനമന്ത്രിക്ക് നേരത്തെ വ്യൂഹങ്ങളെല്ലാം തന്നെ പുറപ്പെട്ടു കഴിഞ്ഞു. ഉദ്യോഗസ്ഥരും മറ്റു മന്ത്രിമാരും സ്ഥലം MLA അടക്കമുള്ളവരും ഇതോടൊപ്പം പോകുന്നു എന്നാണ് ഇല്ല, മന്ത്രിമാരെന്തായാലും പോകുന്നില്ല. പ്രധാനമായും ഈ പ്രധാനമന്ത്രിക്കൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും അടക്കമുള്ളവർ തന്നെയാണ് പുറപ്പെട്ടിരിക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രിയുടെ വാഹനം ചൂരൽമല ലക്ഷ്യമാക്കി, ദുരന്തബാധിത പ്രദേശം ലക്ഷ്യമാക്കി പുറപ്പെട്ടിരിക്കുകയാണ്. ചൂരൽമലയിലെത്തി അവിടെ ബെയിലി പാലത്തിൽ കയറി അവിടെ നിന്ന് നടന്നു നീങ്ങിയായിരിക്കും പ്രധാനമന്ത്രി എന്തായാലും സന്ദർശനം നടത്തുക. അതിനുശേഷം സ്കൂൾ റോഡ്, വെള്ളാറന്മല സ്കൂൾ റോഡ് പ്രധാനമന്ത്രി സന്ദർശിക്കും.
ഈ ഒരു യാത്രയിൽ കൃത്യമായി തന്നെ ഹെലികോപ്റ്ററിൽ വെച്ച് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി കാര്യങ്ങൾ ബോധിപ്പിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നിന്നും പോയി അവിടെ എത്തി ചൂരൽമല മേഖലയിലടക്കം സന്ദർശിച്ചു. അത് കഴിഞ്ഞ് ഈ ഒരു ആശുപത്രി എല്ലാം തന്നെ സന്ദർശിച്ച് ആദ്യം ഈ ദുരിതാശ്വാസ ക്യാമ്പായിരിക്കും പ്രധാനമന്ത്രി സന്ദർശിക്കുക എന്നാണ് അറിയുന്നത്. മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തും. റോഡ് മാർഗമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി പോയിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ യാത്ര പരിഗണിച്ച് കനത്ത സുരക്ഷാ സന്നാഹമാണ്. പൂർണ്ണമായും ഈ റോഡിലെല്ലാം തന്നെ പൂർണ്ണമായ ഒരു ഗതാഗത ക്രമീകരണം, ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയും ഗവർണറും മുഖ്യമന്ത്രിയും കേന്ദ്ര സഹമന്ത്രിയും എല്ലാം തന്നെ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ചൂരൽമല മേഖലയിലേക്ക് പ്രധാനമന്ത്രിയും ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും ഗവർണറും അടങ്ങുന്ന സംഘം പുറപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ വിംസ് ആശുപത്രിയിൽ ഉൾപ്പെടെ സന്ദർശിച്ച് ദുരിതബാധിതരെയും ദുരന്തത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുമായി എല്ലാം തന്നെ സംവദിച്ച ശേഷമായിരിക്കും പ്രധാനമന്ത്രി തിരികെ ഇവിടേക്ക് മടങ്ങിയെത്തി കളക്ടറേറ്റിലുള്ള യോഗത്തിൽ പങ്കെടുക്കുക. ഹരിത, എന്തായാലും റിയാസ്, പുനരധിവാസത്തിന് 2000 കോടി ആവശ്യപ്പെടാനാണ് സംസ്ഥാന സർക്കാർ നീക്കം. ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നുള്ള ആവശ്യമടക്കം സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിൽ എത്തരത്തിലുള്ളൊരു തീരുമാനം ഉണ്ടാകാനാണ് ഒരു സാധ്യത? ഹരിത, പുനരധിവാസത്തിന് എന്നല്ല, പുനർനിർമ്മാണ പ്രക്രിയയ്ക്ക് മാത്രമാണ് 2000 കോടിയിലധികം രൂപ ആവശ്യമായി വരുന്നത്. അത് ഇന്നലെ ആഭ്യന്തര ജോയിന്റ് സെക്രട്ടറി രാജീവ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സംഘത്തോട് സംസ്ഥാനം ആവശ്യപ്പെട്ടത് ഇന്ന് പ്രധാനമന്ത്രിക്ക് മുൻപിലും സംസ്ഥാനം ധരിപ്പിക്കും. മുഖ്യമന്ത്രി ഇന്ന് ധരിപ്പിക്കും. കളക്ടറേറ്റിൽ നടക്കുന്ന യോഗത്തിൽ ഈ ഒരു ദുരന്തത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പ്രധാനമന്ത്രിക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നുണ്ട്. ആ വീഡിയോ ദൃശ്യം തയ്യാറാക്കിയതായാണ് നമുക്ക് വ്യക്തമാകുന്നത്. അത് കൃത്യമായി തന്നെ ഏകദേശം 1.5 പ്രധാനമന്ത്രിക്ക് മുൻപിൽ ഇന്ന് ഈ ഒരു പ്രദർശനത്തിന് ശേഷം കളക്ടറേറ്റിൽ നടക്കുന്ന യോഗത്തിൽ പ്രദർശിപ്പിക്കും. അതിൽ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രമാത്രമുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ദുരന്തത്തിന്റെ തുടക്കം മുതലുള്ള ബെയിലി പാലം നിർമ്മാണം, മറ്റ് സംവിധാനങ്ങൾ, പരിക്കേറ്റവരുടെ വേദനകൾ, മരണപ്പെട്ടവരുടെ കാഴ്ചകളെല്ലാം തന്നെ പ്രധാനമന്ത്രിക്ക് മുൻപിൽ അത് വീഡിയോ ദൃശ്യങ്ങളായി തന്നെ പ്രദർശിപ്പിച്ചുകൊണ്ട് ഈ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തുക എന്ന നിലയിലേക്കാണ് സംസ്ഥാനം പോകുന്നത്. കളക്ടറേറ്റിൽ ഉച്ച കഴിഞ്ഞാണ് യോഗം നടക്കുക. ആ യോഗത്തിലാണ് പ്രധാനമന്ത്രിയും സംഘവും പങ്കെടുക്കുക. എന്തായാലും ആ യോഗത്തിന്റെ വിശദാംശങ്ങളുമായി നമുക്ക് വരുന്ന ബുള്ളറ്റിനുകളിൽ കൃത്യമായി തന്നെ നൽകാൻ സാധിക്കും. വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാനായി പ്രധാനമന്ത്രി വയനാട്ടിലെത്തി. ഇപ്പോൾ പ്രധാനമന്ത്രി മുണ്ടക്കൈയിലേക്ക് പുറപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ കൂടെ മുഖ്യമന്ത്രി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവരും അനുഗമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ണി ചേരുന്നുണ്ട്. ഉണ്ണി, ഇപ്പോൾ പ്രധാനമന്ത്രിയും സംഘവും മുണ്ടക്കൈ ഭാഗത്തേക്ക് പോയി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്താണ്? ഹരിത, ചൂരൽമലയിലേക്കാണ് പ്രധാനമന്ത്രിയുടെ യാത്ര. എന്തായാലും റോഡ് മാർഗമാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ചൂരൽമലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ, അതോടൊപ്പം തന്നെ സഹമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ പ്രധാനമന്ത്രി അനുഗമിക്കുന്നുണ്ട്. ഈ ഉരുളെടുത്ത മണ്ണിലേക്ക് പ്രധാനമന്ത്രി എത്തുമ്പോൾ പ്രധാനമായും ആളുകൾ, അതായത് ദുരന്തബാധിതരെ നേരിൽ കാണുക, ദുരന്തബാധിത മേഖലയിലെ സ്ഥിതിഗതികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക, ദുരന്തത്തിന്റെ വ്യാപ്തി അദ്ദേഹം നേരിട്ട് അവിടെ നിന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം ബെയിലി പാലത്തിൽ സന്ദർശനം നടത്തുന്നു. സമീപത്തെ സ്കൂൾ ഗ്രൗണ്ടിൽ അദ്ദേഹം എത്തും. ആ സ്കൂളിലെത്തി അവിടെ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളെ നേരിൽ കണ്ട് അവരുമായി സംബന്ധിച്ച് ചികിത്സയിലുള്ളവരെല്ലാം തന്നെ പ്രധാനമന്ത്രി നേരിൽ കാണുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സംസ്ഥാനം പ്രധാനമായും ഈ സന്ദർശനത്തിലൂടെ ആവശ്യപ്പെടുന്നത് പുനരധിവാസത്തിന് ഒരു പ്രത്യേക പാക്കേജ് അനുവദിക്കണം. അതോടൊപ്പം തന്നെ ദേശീയ ദുരന്തമായി ഈ വയനാട് ഉരുൾപൊട്ടലിനെ അല്ലെങ്കിൽ ഈ ദുരന്തത്തെ പ്രഖ്യാപിക്കണമെന്നൊരു കാര്യം തന്നെയാണ് പ്രധാനമായും സംസ്ഥാനം ആവശ്യപ്പെടുന്നത്. എന്തായാലും ദുരന്തബാധിതരെ നേരിൽ കാണുന്നതിലൂടെ അവരുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ നേരിട്ട് അദ്ദേഹം മനസ്സിലാക്കും. തുടർന്ന് ചികിത്സയിലുള്ളവരെ കാണും. കൂടുതൽ സഹായങ്ങൾ അവർക്ക് ലഭ്യമാക്കാൻ കഴിയും എന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയൊരു പ്രതീക്ഷയോടെ തന്നെയാണ് സംസ്ഥാനം ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ കാണുന്നത്. എന്തായാലും ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിലൂടെ കൂടുതൽ സഹായങ്ങൾ സംസ്ഥാനത്ത് ലഭ്യമാക്കും. പുനർനിർമ്മാണത്തിനടക്കം ഈ സഹായം അനിവാര്യമാണെന്നാണ് സംസ്ഥാനം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ നേരിൽ കണ്ട അദ്ദേഹം ഒരു പ്രഖ്യാപനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് സംസ്ഥാനം പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ അടക്കമുള്ള ആളുകളും പ്രധാനമന്ത്രിക്കൊപ്പം ഈ മേഖലയിൽ ഉണ്ട്. ചൂരൽമലയിലേക്ക് പ്രധാനമന്ത്രി എത്തുമ്പോൾ അവിടുത്തെ ആളുകളെല്ലാം തന്നെ വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ കാണുന്നത്. ബെയിലി പാലത്തിൽ അദ്ദേഹം
ആദ്യം സന്ദർശനം നടത്തും. സമീപത്തെ സ്കൂളിലെ റോഡിലേക്കും അദ്ദേഹം എത്തും. തുടർന്നാണ് അദ്ദേഹം ക്യാമ്പുകളിൽ സന്ദർശനം നടത്തുക. ക്യാമ്പുകളിലെത്തി ക്യാമ്പുകളിൽ താമസിക്കുന്നവരും അതോടൊപ്പം തന്നെ ചികിത്സയിൽ കഴിയുന്നവരെയും കാണും. അതിനുശേഷം അദ്ദേഹം നേരിട്ട് പിന്നാലെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം പങ്കെടുക്കുന്ന ഒരു അവലോകന യോഗമുണ്ട്. ആ അവലോകന യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ആ രീതിയിലാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും 3 മണിക്കൂറോളം സമയം പ്രധാനമന്ത്രി ഈ മേഖലയിൽ ഉണ്ടാകുമെന്നതാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ട കാര്യം. എന്തായാലും ഒരു 11:15 കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ എത്തിയത്. കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിയത്. അതിനുശേഷം കൽപ്പറ്റയിലേക്ക് ഹെലികോപ്റ്റർ മാർഗം വരുന്നു. കൂടാതെ ആകാശ നിരീക്ഷണം അടക്കം നടത്തി ഈ മേഖലയുടെ നിലവിലെ അവസ്ഥ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നു. അതിനുശേഷമാണ് പ്രധാനമന്ത്രി ഇപ്പോൾ റോഡ് മാർഗം ചൂരൽമലയിലേക്ക് പുറപ്പെട്ടത്. പ്രധാനമന്ത്രിക്കൊപ്പം മുഖ്യമന്ത്രി, ഗവർണർ, അതോടൊപ്പം തന്നെ സഹമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള ആളുകളും അനുഗമിക്കുന്നുണ്ട്. നേരിട്ട് ചെല്ലുന്നു. ചൂരൽമലയിലെത്തി അവിടെ ബെയിലിപ്പാലം സന്ദർശിക്കുന്നു. അതിനുശേഷം സമീപത്തെ റോഡ്, അതായത് സ്കൂളിന് സമീപത്തെ റോഡിലേക്ക് അദ്ദേഹം എത്തും. അതിന് ശേഷം ക്യാമ്പിലുള്ളവരെ സന്ദർശിക്കും. പിന്നാലെ അവലോകന യോഗത്തിലും പങ്കെടുക്കുമെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഹരിത. ഉണ്ണി, അതേസമയം തന്നെ ഇന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് പ്രദേശത്തെ തിരച്ചിൽ ഇന്നില്ല എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. നാളെ വീണ്ടും തിരച്ചിൽ ആരംഭിക്കുമെങ്കിലും ജില്ലാ ഭരണകൂടത്തിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് മരണനിരക്ക് എത്രയാണ്? 130-ലേറെ പേരെ ഇനിയും കണ്ടുകിട്ടാനുണ്ട്. തുടങ്ങിയ വിവരങ്ങൾ എന്താണ്? തീർച്ചയായും ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് തെരച്ചിൽ. സുരക്ഷാ ക്രമീകരണ ഭാഗമായാണ് കഴിഞ്ഞ ദിവസത്തെ മാത്രമായി തെരച്ചിൽ ഒതുങ്ങിയത്. എന്തായാലും 11 മണിയോട് കഴിഞ്ഞ ദിവസം രാവിലെ 11 മണിയോട് കൂടി തെരച്ചിൽ അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തി. സന്ദർശനം അതോടൊപ്പം തന്നെ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ് ആ രീതിയിലുള്ള ക്രമീകരണം ഉണ്ടായത്. എന്തായാലും നാളെ വീണ്ടും ഈ തെരച്ചിൽ പുനരാരംഭിക്കും. ഹരിത സൂചിപ്പിച്ച പോലെ സർക്കാർ കണക്ക് പ്രകാരം ഒരു 130ഓളം പേരെയാണ് ഇനി കണ്ടെത്താനുള്ളതെന്നാണ് ലഭ്യമാവുന്ന ഒരു വിവരം. ആ രീതിയിലുള്ള നടപടിക്രമങ്ങൾ എല്ലാം തന്നെ നാളെ വീണ്ടും പുനരാരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് കഴിഞ്ഞ ദിവസം മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ള ആളുകൾ പറഞ്ഞത്. എന്തായാലും തെരച്ചിൽ അവസാനിപ്പിച്ചിട്ടില്ല, തെരച്ചിൽ തുടരും. അത് നാളെയും ആ തെരച്ചിൽ പുനരാരംഭിക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. കഴിഞ്ഞ ദിവസത്തെ ഒരു ജനകീയ തിരച്ചിലിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. അത് എയർലിഫ്റ്റ് ചെയ്ത് ഇന്ന് എത്തിച്ചിട്ടുണ്ട്. എന്തായാലും അത് ആശുപത്രിയിലേക്ക് ആ മൃതദേഹങ്ങൾ മാറ്റിയിട്ടുണ്ട്. ആ രീതിയിലാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഇന്ന് പ്രധാനമായും ഈ കഴിഞ്ഞ ദിവസം അവസാനിപ്പിച്ച തെരച്ചിൽ നാളെ വീണ്ടും പുനരാരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ആ രീതിയിലുള്ള ഒരു പ്രതികരണമാണ് അവിടെ നിന്നും ലഭിച്ചത്. എന്തായാലും പ്രധാനമന്ത്രി ഇപ്പോൾ റോഡ് മാർഗം ചൂരൽമലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ആ രീതിയിൽ പ്രധാനമന്ത്രിക്കൊപ്പം മുഖ്യമന്ത്രിയും ഗവർണറും അനുഗമിക്കുന്നു. നേരിട്ട് ചൂരൽമലയിലേക്ക് നേരിട്ട് ചെന്ന് അദ്ദേഹം അവിടെ ബെയിലിപ്പാലത്തിൽ സന്ദർശനം നടത്തുന്നു. കൂടാതെ പ്രധാനപ്പെട്ട മേഖലകളെല്ലാം തന്നെ അദ്ദേഹം നേരിട്ട് അവിടുത്തെ അവസ്ഥകളെല്ലാം തന്നെ മനസ്സിലാക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും പോകുന്ന വഴിയിലെല്ലാം തന്നെ നിരവധി ആളുകൾ ഈ പ്രധാനമന്ത്രിയെ കാണാനായി ഉണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയമായി പറയേണ്ട കാര്യമാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ വലിയ രീതിയിലാണ് ദുരന്തബാധിതർ കാണുന്നത്. ആശുപത്രിയിലും ക്യാമ്പിലും അദ്ദേഹം എത്തുന്നതിലൂടെ തന്നെ അവരുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ നേരിട്ട് അദ്ദേഹത്തോട് പറയാൻ കഴിയുമെന്ന് തന്നെയാണ് ഈ ദുരന്തബാധിതരുടെ ഒരു പ്രതീക്ഷ കൂടി. ആ രീതിയിൽ ഉള്ള ഒരു പ്രതീക്ഷയിലാണ് ദുരന്തബാധിതരെന്നും നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. എന്തായാലും കേന്ദ്ര സഹായം തന്നെയാണ് കേരളത്തിന്റെ പ്രതീക്ഷ. ഒരു പുനരധിവാസത്തിന് അടിയന്തര സഹായം ഉണ്ടാകുമെന്നാണ് സംസ്ഥാനം പ്രതീക്ഷിക്കുന്നത്. എന്തായാലും രക്ഷാദൗത്യത്തിൽ പങ്കെടുത്തവരെയും പ്രധാനമന്ത്രി കാണുമെന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നിരവധി ആളുകൾ ഒറ്റക്കെട്ടായി തന്നെയാണ് ഈ വലിയൊരു ദുരന്തത്തെ നേരിട്ടത്. അതിൽ വലിയ ഒരു പങ്ക് എല്ലാ മേഖലയിലെ ഉള്ള സുരക്ഷാ സേന അടക്കമുള്ള എല്ലാ ആളുകളും ഉണ്ട്. അതോടൊപ്പം തന്നെ സമീപത്തെ ജനങ്ങൾ അടക്കമുള്ള ആളുകളെല്ലാം തന്നെ സംയുക്തമായി തന്നെ ഇതിനെല്ലാം തന്നെ ഒറ്റക്കെട്ടായി തന്നെ ഇറങ്ങി എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ഈ ദൗത്യത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും കാണുമെന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രി അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഈ ദൗത്യത്തിൽ പങ്കെടുത്ത എല്ലാവരെയും കാണും. എന്തായാലും ആകാശ നിരീക്ഷണം പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി കൽപ്പറ്റയിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയത്. അതിനുശേഷം ഇപ്പോൾ വാഹനത്തിൽ ചൂരൽമലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹരിത. ശരി ഉണ്ണി, ഇപ്പോൾ ഉരുൾപൊട്ടലുണ്ടായ ഭാഗങ്ങളിൽ വ്യോമ നിരീക്ഷണത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിൽ ഇറങ്ങി. കൽപ്പറ്റയിലാണ് ഇറങ്ങിയത്. തുടർന്ന് അവിടെ നിന്നും റോഡ് മാർഗം ഇപ്പോൾ ചൂരൽമലയിലേക്ക് പോയി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തുടർന്ന് അവിടെ നിന്നും ദുരിതബാധിത പ്രദേശങ്ങളിൽ പ്രധാനമന്ത്രി 3 മണിക്കൂർ സന്ദർശനം നടത്തുമെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അറിയാൻ സാധിച്ചത്. തുടർന്ന് ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു. അതിനുശേഷം ദുരിതാശ്വാസ ക്യാമ്പുകളിലും സന്ദർശനം നടത്തും. ബേലിപ്പാലം വരെ പ്രധാനമന്ത്രി സന്ദർശിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശേഷം 3 മണി കഴിഞ്ഞ് പ്രധാനമന്ത്രി വീണ്ടും ഡൽഹിയിലേക്ക് തിരിക്കുമെന്നാണ് അറിയുന്നത്.
ഇപ്പോൾ പ്രധാനമന്ത്രി ചൂരൽമലയിലേക്ക് പോയി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ വിവരങ്ങളുമായി റിയാസ് KM ചേരുന്നുണ്ട്. റിയാസ്, പ്രധാനമന്ത്രി ഇപ്പോൾ വയനാട്ടിൽ നിന്നും ചൂരൽമലയിലേക്ക് റോഡ് മാർഗം വഴി അങ്ങോട്ട് പോയി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എവിടെ എത്തി, എങ്ങനെയുള്ള വിവരങ്ങൾ ലഭിക്കുന്നു? പ്രധാനമന്ത്രി അല്പം മുൻപാണ് ചൂരൽമലയിലേക്ക് പുറപ്പെട്ടത്. പ്രധാനമന്ത്രി ഇപ്പോൾ ചൂരൽമലയിലേക്ക് പോവുകയാണ്. ഏകദേശം വാഹനവ്യൂഹം അല്പം മുൻപാണ് പുറപ്പെട്ടത്. അതിൽ ആദ്യത്തെ വാഹനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉള്ളത്. തൊട്ടു പിന്നാലെ തന്നെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും എല്ലാം തന്നെ പ്രധാനമന്ത്രിയെ അനുഗമിക്കുന്നുണ്ട്. 3 മണിവരെ പ്രധാനമന്ത്രി ഈ ഒരു ദുരന്ത ബാധിത മേഖലയിൽ തുടരും. കൂടാതെ ഈ ചുരൽമലയിലേക്ക് എത്തുന്ന പ്രധാനമന്ത്രി ദുരന്തബാധിതരെ കാണുകയും ചെയ്യും. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം മേപ്പാടിയിലേക്ക് എത്തുകയാണ്. മേപ്പാടിയിൽ എത്തിയിട്ടുണ്ട്. അതിവേഗമാണ് വാഹനവ്യൂഹം കുതിക്കുന്നത്. ചുരൽമലയുടെ തൊട്ടടുത്തുള്ള പ്രദേശമാണ് മേപ്പാടി. മേപ്പാടിയിൽ നിന്നും കേവലം 10 കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു ചൂരൽമലയിലേക്ക് ഉള്ളത്. അല്പം മുൻപാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി SKMJ കൽപ്പറ്റയിലെ SKMJ സ്കൂൾ ഗ്രൗണ്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ ഹെലിപാഡിൽ വന്ന് ഇറങ്ങിയത്. പ്രധാനമന്ത്രിയെ ഗവർണറും മുഖ്യമന്ത്രിയും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും എല്ലാം തന്നെ അനുഗമിച്ചിരുന്നു. അദ്ദേഹം നേരെ ചൂരൽമലയിലെത്തി സൈന്യത്തിന്റെ ഏറ്റവും അഭിമാനകരമായ നിർമ്മിതിയായ ബെയിലി പാലത്തിലൂടെ അദ്ദേഹം നടന്നു നീങ്ങും. ആ ബെയിലി പാലത്തിലൂടെ നടന്നു നീങ്ങുന്ന പ്രധാനമന്ത്രി പിന്നീട് വെള്ളാർമല സ്കൂൾ പരിസരം, വെള്ളാർമല GLP സ്കൂളിന്റെ പരിസരം, വെള്ളാർമല GVHS സ്കൂളിന്റെ പരിസരമെല്ലാം തന്നെ പ്രധാനമന്ത്രി സന്ദർശിക്കും. അതിനുശേഷം ഇപ്പോൾ പ്രധാനമന്ത്രി പിന്നീട് നേരെ പോവുക മേപ്പാടിയിൽ തന്നെയുള്ള വിംസ് ആശുപത്രിയിലേക്ക് ആയിരിക്കും. അതിനു മുന്നേ മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ അദ്ദേഹം എത്തും. ദുരിതബാധിതരെ കാണും. അവരുടെ ദുഃഖങ്ങൾ പ്രധാനമന്ത്രി കേൾക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പ്രധാനമന്ത്രി പിന്നീട് ഈ മേപ്പാടിയിലെ വിംസ് ആശുപത്രിയിലെത്തി അവിടെ ചികിത്സയിൽ കഴിയുന്നവരെ കാണുക. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം മേപ്പാടിയും പിന്നിട്ട് ഈ ചൂരൽമലയുടെ പരിസരത്തേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ പിന്നിട്ട് കഴിഞ്ഞു. അല്പസമയത്തിനകം അദ്ദേഹം ബെയിലി പാലത്തിന്റെ അരികിലേക്ക് പ്രധാനമന്ത്രി എത്തും എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ബെയിലി പാലത്തിലൂടെ പ്രധാനമന്ത്രി നടന്ന് നീങ്ങിയ ശേഷം ആണ് പിന്നീട് സ്കൂൾ റോഡിലും തുടർന്ന് മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലും അത് കഴിഞ്ഞ് വിംസ് ആശുപത്രിയിലും എത്തി ദുരിതബാധിതരെ കാണുകയും അവരെ കേൾക്കുകയും ചെയ്തതിനു ശേഷം പിന്നീട് തിരിച്ച് പ്രധാനമന്ത്രിയും സംഘവും മുഖ്യമന്ത്രി അടക്കമുള്ളവരും കൽപ്പറ്റയിലെ കളക്ടറേറ്റിലേക്ക് എത്തും. കളക്ടറേറ്റിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു യോഗമുണ്ടാകും. ആ യോഗത്തിൽ സംസ്ഥാനത്തിന്റെ ആവശ്യം, കേന്ദ്ര സഹായം എന്ന ആവശ്യം ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ ധരിപ്പിക്കും. ഇന്ന് എന്തെങ്കിലും ഒരു സഹായം, അധികമായൊരു സഹായം കേന്ദ്രം പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപിക്കുമെന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. അത് ഒരു 3 മണിയോടുകൂടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത്. റിയാസ്, അതേസമയം തന്നെ പ്രധാനമന്ത്രിയുടെ ഈ ഒരു വരവ് ഇപ്പോൾ ഇന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തുമ്പോൾ ഏറെ വൈകാരികപരമായിട്ടുള്ള മുഹൂർത്തങ്ങളായിരിക്കും ഉണ്ടാവുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ച് ഒരു പ്രതീക്ഷയാണ് പ്രധാനമന്ത്രിയുടെ ഈ വരവ്. അവർക്കൊരു പുനരധിവാസം അല്ലെങ്കിൽ ഒരു പുനർനിർമ്മാണത്തിന് ഒരു സഹായം എന്ന രീതിയിലുള്ള ഒരു വരവ് കൂടിയാണ് പ്രധാനമന്ത്രിയുടെ ഈ വരവിലൂടെ അവർക്ക് ലഭിക്കുന്നത്. തീർച്ചയായും. കാരണം പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തോടുകൂടി സന്ദർശനത്തെ ദുരിതബാധിതരും ഒപ്പം തന്നെ കേരളവും എല്ലാം തന്നെ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്, അദ്ദേഹത്തെ കാണുന്നത്. എന്തായാലും ഇപ്പോൾ ഈ കളക്ടറേറ്റിന്റെ പരിസരത്ത് മന്ത്രിമാർ എത്തിയിരിക്കുന്നു. റവന്യൂ മന്ത്രി കെ രാജൻ എത്തിയിട്ടുണ്ട്. ഒപ്പം കൽപ്പറ്റ MLA ടി സിദ്ദീഖ് അടക്കമുള്ളവർ ഇപ്പോൾ ഇവിടെ പരിസരത്തുണ്ട്. ശരി. അതേസമയം തന്നെ റിയാസ്, ഈ ആശുപത്രിയിൽ ഇപ്പോൾ എത്ര പേർ തുടരുന്നുണ്ട്? അത്തരം വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? ചോദ്യം വ്യക്തമല്ല. ഈ ചികിത്സയിൽ ഇനിയും ഒരുപാട് പേർ തുടരുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ എന്ന് മനസ്സിലാക്കുന്നുണ്ട്. എത്ര പേർ ഇപ്പോൾ അവിടെ ചികിത്സയിൽ തുടരുന്നുണ്ട്? ആശുപത്രികളിൽ ഇപ്പോൾ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 78 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. 400-ലധികം പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനിയും 130-ലധികം പേരെ കണ്ടെത്താനുമുണ്ട്. അങ്ങനെ സമാനതകളില്ലാത്തൊരു ദുരന്തത്തിനാണ് ജൂലൈ 30-ന് വയനാട് സാക്ഷ്യം വഹിച്ചത്. വയനാട്ടിലുണ്ടായ ആ ദുരന്തം അങ്ങേയറ്റം എല്ലാവരും വേദനിപ്പിച്ച ഒരു ദുരന്തമായിരുന്നു. അത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നുള്ളത് തന്നെയാണ്
സംസ്ഥാനത്തിന്റെ ആവശ്യം 2 തവണ മുഖ്യമന്ത്രി ഇത് കേന്ദ്രത്തോട് ആവശ്യമുന്നയിച്ചിരുന്നു. നേരത്തെ ലോക്സഭയിൽ 2 തവണ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു. എങ്കിൽ കൂടി അതിനോട് ഒരു അനുകൂലമായ പ്രതികരണം തുടക്കത്തിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പ്രധാനമന്ത്രി ഇവിടെ വയനാട്ടിലെത്തുമ്പോൾ അത് ഏറെ പ്രതീക്ഷകൾക്ക് വക നൽകുന്നുണ്ട്. കാരണം ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമോ, അതല്ല വയനാടിനായി പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കുകയാണോ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് ഏവരും പ്രതീക്ഷയോട് ഉറ്റുനോക്കുന്നത്. ആ ഒരു പ്രതീക്ഷയ്ക്കായുള്ള കാത്തിരിപ്പിന് ഇനി ഏതാനും മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമാണ് അവശേഷിക്കുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി വയനാട്ടിലെ ദുരന്തബാധിത മേഖലയിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹരിത, ശരി, ഇപ്പോൾ ഉണ്ണി കൂടി ചേരുന്നുണ്ട്. ഉണ്ണി, പ്രധാനമന്ത്രി ചൂരൽമലയിലേക്ക് പുറപ്പെട്ടു. ഇപ്പോൾ വളരെ വേഗത്തിലാണ് അവിടേക്ക് വാഹനം പോകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും പ്രധാനമന്ത്രിയുടെ ഒരു സന്ദർശനം അത് അദ്ദേഹം ഇപ്പോൾ തന്നെ റോഡ് മാർഗം ചൂരൽമലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. വളരെ വേഗം തന്നെ അദ്ദേഹം അവിടെ എത്തുമെന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതിൻ്റെ ഭാഗമായി തന്നെയുണ്ട്. കൂടാതെ അദ്ദേഹത്തിൻ്റെ ഈ വരവ് വലിയൊരു പ്രതീക്ഷയോടെ തന്നെയാണ് സംസ്ഥാനം കാണുന്നത്. റിയാസ് സൂചിപ്പിച്ച പോലെ തന്നെ വലിയൊരു പാക്കേജ് ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അടക്കം പ്രതീക്ഷ. എന്തായാലും ഈ പ്രഖ്യാപനത്തിലൂടെ അല്ലെങ്കിൽ ഈ സന്ദർശനത്തിലൂടെ ഒരു പ്രഖ്യാപനം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം അംഗീകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ സ്ഥിതിഗതികളെല്ലാം തന്നെ അദ്ദേഹം നേരിട്ട് വിലയിരുത്തി അതിനുശേഷം അവിടെ ഈ ബെയിലി പാലത്തിലെത്തുന്നു. അതിനുശേഷം അവിടുത്തെ സ്കൂളുകളിലും അതോടൊപ്പം തന്നെ ക്യാമ്പിൽ കഴിയുന്നവരെല്ലാം തന്നെ നേരിട്ട് കണ്ട് അതിനുശേഷം അവരുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ കേട്ട് ചികിത്സയിലുള്ളവരെയും പ്രധാനമന്ത്രി നേരിൽ കാണുമെന്നാണ് നമ്മൾ കരുതുന്നത്. അതിനുശേഷമാകും അവലോകന യോഗത്തിലേക്ക് എത്തുക. ഈ അവലോകന യോഗത്തിൽ പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ പങ്കെടുക്കും. അവലോകന യോഗത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി മടങ്ങിയെന്നാണ് വിവരം. 3 മണി വരെ പ്രധാനമന്ത്രി മേഖലയിൽ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം. എന്തായാലും 3 മണിക്കൂറോളം അദ്ദേഹം വയനാട്ടിൽ ഈ സന്ദർശനത്തിന്റെ ഭാഗമായി ഉണ്ടാകും എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ബെയിലി പാലത്തിലും സ്കൂൾ റോഡിലും പ്രധാനമന്ത്രി എത്തും. അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തും. അവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ നേരിട്ട് അദ്ദേഹം ഈ ദുരന്തത്തിന്റെ വ്യാപ്തി നേരിട്ട് ഈ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തന്നെ ഈ ദുരന്ത മേഖലയിലെ ഏറ്റവും ദയനീയമായ ഒരു കാഴ്ചയിലൊന്നായിരുന്നു അവിടുത്തെ വെള്ളാർമല സ്കൂൾ. അതിൻ്റെ പുനർനിർമ്മാണം അടക്കം സംസ്ഥാന സർക്കാരൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്കൂൾ സന്ദർശിക്കുമെന്നുള്ള വിവരങ്ങൾ എന്തെങ്കിലും പുറത്തു വരുന്നുണ്ടോ? ഹരിത, അത്തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. എന്തായാലും നമ്മളിപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ബെയിലി പാലത്തിൽ അദ്ദേഹം എത്തും. അതിനുശേഷം അവിടുത്തെ സ്കൂൾ റോഡിൽ സമീപത്തെ സ്കൂൾ റോഡിൽ എത്തും. തുടർന്ന് ക്യാമ്പിലെത്തി ദുരന്തബാധിതരെ നേരിൽ കാണുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം. എന്തായാലും ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഈ സന്ദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. കൂടാതെ ഈ പ്രധാനമന്ത്രി എത്തുമ്പോൾ സംസ്ഥാനത്തെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയൊരു പ്രതീക്ഷയുണ്ട്. ഈ കളക്ടറിൽ നടക്കുന്ന അവലോകന യോഗത്തിന് ശേഷം ഒരു നിർണായകമായൊരു അടിയന്തരമായൊരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ധനസഹായം അടക്കമുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു പ്രഖ്യാപനം നേരിട്ട് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ അവലോകന യോഗം കളക്ടറിൽ നടക്കുന്ന അവലോകന യോഗത്തിന് ശേഷമാകും ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഉണ്ടാകുക. എന്തായാലും ഈ വയനാടിൻ്റെ പുനരധിവാസത്തിന് ഒരു അടിയന്തര സഹായം കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് വന്ന അടിയന്തരമായി തന്നെ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ആ രീതിയിലുള്ള ഒരു ആവശ്യമാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. ഈ 2000 കോടിയിലധികം കോടിയുടെ ഒരു പാക്കേജാണ് സംസ്ഥാനം ആവശ്യപ്പെടുന്നത്. എന്തായാലും ഈ പുനർനിർമ്മാണത്തിനടക്കം വലിയ രീതിയിലുള്ള തുക വേണ്ടിവരും. അതെല്ലാം തന്നെയാണ് പറയുന്നത്. എന്തായാലും അതിനുവേണ്ടി ആ ഒരു രീതിയിലുള്ള ഒരു സഹായത്തിന് എന്തായാലും ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലൂടെ കഴിയുമെന്ന് തന്നെയാണ് സംസ്ഥാനം പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അതോടൊപ്പം തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, സഹമന്ത്രി സുരേഷ് ഗോപി അടക്കം അവിടെയുണ്ട്. പ്രധാനമന്ത്രി ഈ സ്ഥിതിഗതികളെല്ലാം തന്നെ നേരിട്ട് മനസ്സിലാക്കി ഇപ്പോൾ ഈ ഹെലികോപ്റ്ററിനകത്തു നിന്നുള്ള ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിൽ പ്രധാനമന്ത്രി നേരിട്ട് ഈ വ്യാപ്തി എത്രത്തോളമാണെന്ന കാര്യം നേരിട്ട് മനസ്സിലാക്കുന്നൊരു കാര്യം. കൂടാതെ പ്രധാനമന്ത്രിക്കൊപ്പം തന്നെ മുഖ്യമന്ത്രി ഈ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു കൊടുക്കുന്നു. ആ രീതിയിൽ കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം നോക്കി കാണുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ രീതിയിൽ പ്രധാനമന്ത്രി ആകാശ നിരീക്ഷണം, വ്യോമ നിരീക്ഷണം അടക്കം നടത്തി ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരു നേരിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ വ്യോമ നിരീക്ഷണത്തിലൂടെ തന്നെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്നാണ് കരുതുന്നത്. ആ രീതിയിൽ ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്. പ്രധാനമന്ത്രി അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി അടക്കം ഒരു ഹെലികോപ്റ്ററിലാണ്
ഈ കണ്ണൂരിൽ നിന്നും കൽപ്പറ്റയിലേക്ക് എത്തിയത്. ആ സന്ദർശനത്തിൽ അല്ലെങ്കിൽ ആ യാത്രയിൽ വ്യോമ നിരീക്ഷണത്തിലൂടെ ഈ ദുരന്തം ഏത് രീതിയിലാണ്, എത്രത്തോളം വ്യാപ്തിയാണ് ദുരന്തത്തിനുണ്ടായതെന്നാണ് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു, പ്രധാനമന്ത്രിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്ന് ആണ് നമ്മൾ കരുതുന്നത്. എന്തായാലും ഹെലികോപ്റ്റർ നിരീക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ വ്യോമ നിരീക്ഷണത്തിൻ്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ചൂരൽമലയിലേക്ക് എത്തുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമന്ത്രി അല്പസമയത്തിനകം തന്നെ എത്തും. നമ്മൾ നോക്കി ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ, ഈ പ്രധാനമന്ത്രി വ്യോമ നിരീക്ഷണം നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ രീതിയിൽ ആ ദൃശ്യങ്ങൾ നമുക്ക് സമയം കൊണ്ട് തന്നെ സ്ക്രീനിൽ കാണാമെന്നാണ് കരുതുന്നത്. എന്തായാലും പ്രധാനമന്ത്രി ദുരന്തബാധിത മേഖലയുടെ വ്യാപ്തി എത്രത്തോളമാണ് വ്യാപ്തി എന്നത് അദ്ദേഹം മനസ്സിലാക്കിയെന്നാണ് കരുതുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. പ്രധാനമന്ത്രി അവിടെ സന്ദർശനം നടത്തുന്നതിന് മുന്നോടിയായി തന്നെ ആകാശ നിരീക്ഷണം നടത്തി അവിടുത്തെ വ്യാപ്തി മനസ്സിലാക്കി അതിനുശേഷമാണ് കൽപ്പറ്റയിൽ ഇറങ്ങിയത്. അതോടൊപ്പം വാഹന മാർഗം, അതായത് റോഡ് മാർഗം അദ്ദേഹം ചൂരൽമലയിലേക്ക് പോകുന്നു. കൂടാതെയാണ് അതിനുശേഷമാണ് ഈ ദുരന്തബാധിത മേഖലയിലെ ക്യാമ്പുകളും അതോടൊപ്പം തന്നെ ചികിത്സയിലുള്ളവരെ അദ്ദേഹം നേരിട്ട് കാണുക. തുടർന്ന് കളക്ടറേറ്റിൽ നടക്കുന്ന അവലോകന യോഗത്തിൽ പങ്കെടുക്കും. 3 മണിവരെ ദുരന്തബാധിത മേഖലയിൽ തുടരുമെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാവുന്ന വിവരം. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മേപ്പാടിയിലെത്തി എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഇനി നേരെ ചൂരൽമലയിലേക്കാണോ അവിടെ നിന്ന് ആദ്യം സന്ദർശനം നടത്തുന്നത്? ആദ്യം ദുരന്ത മേഖല സന്ദർശിച്ച ശേഷം ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കാണോ പോവുക? മറ്റൊരു കാര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രി ഇപ്പോൾ ആകാശ നിരീക്ഷണം നടത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അദ്ദേഹം വ്യോമ നിരീക്ഷണത്തിലൂടെ അവിടുത്തെ വ്യാപ്തി അദ്ദേഹത്തിന് നേരിട്ട് കാണുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചു കൊടുക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സമീപത്തുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം അതിൻ്റെ ദൃശ്യങ്ങളടക്കം ഫോട്ടോകളടക്കം അദ്ദേഹം നോക്കുന്ന ദൃശ്യങ്ങളും നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നു. എന്തായാലും ഈ ദുരന്തബാധിത മേഖലയിലെ ആകാശ നിരീക്ഷണത്തിലൂടെ അദ്ദേഹത്തിന് അവിടുത്തെ ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി കൂടുതലായി തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. പ്രധാനമന്ത്രിക്കൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനും സമീപത്തുണ്ട്. ആ രീതിയിൽ അദ്ദേഹം വിശദമായി തന്നെ ഈ വ്യോമ നിരീക്ഷണത്തിലൂടെ അവിടുത്തെ ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി നേരിട്ട് മനസ്സിലാക്കിയെന്നാണ് ഈ ദൃശ്യങ്ങൾ പറയുന്നത്. ആ രീതിയിൽ അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരു ഉദ്യോഗസ്ഥൻ വിശദീകരിച്ചു കൊടുക്കുന്നു. ആ രീതിയിലാണ് അദ്ദേഹം അവിടെ വ്യോമ നിരീക്ഷണം നടത്തിയത്. കൂടാതെ അവിടുത്തെ ഈ ദുരന്തം സംഭവിച്ച സമയത്തെ ഫോട്ടോകളടക്കം അദ്ദേഹം നോക്കുന്നതും നമുക്ക് ആ ഹെലികോപ്റ്ററിനകത്തെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. എന്തായാലും അതിനുശേഷം ആകാശ നിരീക്ഷണത്തിലൂടെ അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിയതിന് ശേഷമാണ് കൽപ്പറ്റ താൽക്കാലികമായി ഉള്ള ഹെലിപ്പാഡിൽ അദ്ദേഹം ഇറങ്ങിയത്. തുടർന്ന് റോഡ് മാർഗ്ഗം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണം. മേപ്പാടി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ചൂരൽമലയിലേക്ക് ഇപ്പോൾ തന്നെ എത്തും. അവിടെ ബെയിലി പാലത്തിൽ ആദ്യം സന്ദർശനം നടത്തും. തുടർന്ന് സമീപത്തെ സ്കൂൾ റോഡിലും എത്തും. അതിനുശേഷമാകും ദുരന്തബാധിതരെ നേരിൽ കാണുക, ചികിത്സയിലുള്ളവരെ കാണും. അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിലൂടെ തന്നെ വലിയൊരു പ്രതീക്ഷ ഈ ദുരന്തബാധിതർക്കുമുണ്ട്. വലിയൊരു സഹായം ലഭ്യമാകുമെന്നാണ്. നിരവധി പ്രതിസന്ധികളെല്ലാം തന്നെ നിലവിൽ നേരിടുന്നുണ്ട്. അതെല്ലാം തന്നെ പരിഹരിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാനവും ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു പാക്കേജ്, അല്ലെങ്കിൽ വയനാടിൻ്റെ പുനർനിർമ്മിതിക്കായി വലിയൊരു പാക്കേജ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് സംസ്ഥാനത്തിനും ഉള്ളത്. ആ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ സംസ്ഥാനവും പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ അതിന് ആ രീതിയിലാണ് ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ സംസ്ഥാനം കാണുന്നതെന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. എന്തായാലും 2000 കോടിയുടെ ഒരു പാക്കേജ് തന്നെയാണ് സംസ്ഥാനം പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിലൂടെ കൂടുതൽ സഹായം സംസ്ഥാനത്തിന് ലഭിക്കുമെന്നാണ് കരുതുന്നത്. എന്തായാലും അതിൽ വലിയൊരു പ്രതീക്ഷ സംസ്ഥാനത്തിന് ഉണ്ട്. അതോടൊപ്പം തന്നെ നിലവിലെ പ്രതിസന്ധികളെല്ലാം തന്നെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് സംസ്ഥാനം പ്രധാനമായും ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ക്യാമ്പിലുള്ളവരെയും ചികിത്സയിലുള്ളവരെയും പ്രധാനമന്ത്രി എത്തി അല്പസമയത്തിനകം തന്നെ സന്ദർശിക്കും. ബെയിലി പാലത്തിലും സ്കൂൾ റോഡിലും അദ്ദേഹം എത്തും. തുടർന്ന് 3 മണിക്കൂറോളം അദ്ദേഹം ഉണ്ടാവും. കൂടാതെ രക്ഷാദൗത്യത്തിൽ പങ്കെടുത്ത സൈനികരുമായാണ് ഈ ബെയിലി പാലത്തിൽ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുക എന്ന സുപ്രധാന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം കളക്ടറേറ്റിൽ നടക്കുന്ന അവലോകന യോഗത്തിൽ പങ്കെടുക്കും. ഈ അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി അടക്കം പങ്കെടുക്കും. പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ ഈ യോഗത്തിന്റെ ഭാഗമായി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. വയനാടിന്റെ പുനരധിവാസത്തിന് അടിയന്തര സഹായം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സംസ്ഥാനം. ആ
രീതിയിലാണ് പ്രധാനമന്ത്രി സന്ദർശനത്തെ സംസ്ഥാനം ആകെ കാണുന്നത്. എന്തായാലും രക്ഷാദൗത്യത്തിൽ പങ്കെടുക്കുന്നവർ പ്രധാനമന്ത്രി കാണും. അത് ബെയിലി പാലത്തിൽ വെച്ച് തന്നെ സൈനികരെ കാണുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും കൽപ്പറ്റയിൽ നിന്ന് ചൂരൽമലയിലേക്കുള്ള യാത്ര ഇപ്പോൾ റോഡ് മാർഗം പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി അവിടെ എത്തുമെന്നാണ് നമ്മൾ കരുതുന്നത്. ആ രീതിയിലാണ് ഈ യാത്ര ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പ്രധാനമന്ത്രി വ്യോമമാർഗം ആകാശ നിരീക്ഷണം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതാണ്. ഹരിത, എന്തായാലും ആ ദൃശ്യങ്ങളിലൂടെ നമുക്കും കാണാൻ സാധിക്കുന്നുണ്ട് എത്രമാത്രം വയനാട് മാറിപ്പോയി എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ആകാശ ദൃശ്യങ്ങളിലൂടെ കാണുന്നത്. പ്രധാനമന്ത്രിക്കും അത് മനസ്സിലാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഏറ്റവും കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ പുനരധിവാസത്തിന് 2000 കോടി സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ആവശ്യം പ്രധാനമന്ത്രി അംഗീകരിക്കുകയാണെങ്കിൽ വയനാടിനെ പുനർനിർമ്മിക്കാൻ സാധിക്കുമെന്നാണ് ഒരു പ്രതീക്ഷ, അല്ലേ?